يا حبيبي يا حبيبي أنا سرعة هو سرعة بعدين أنا بي 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 هو ما في بي 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 ഞമ്മക്ക് മരണം ഉണ്ട് എന്ന് ഉറപ്പ്. വരുമേ മരണം തീർച്ച പരനെ ഓർത്താൽ രക്ഷ അല്ലെങ്കിലോ ശിക്ഷ അറിയൂ ഈ അപേക്ഷ. മെല്ലക്കാല് കൂട്ടിക്കെട്ടി വായി തമ്മിൽ പൂട്ടിക്കെട്ടി മൂവരും താഴ്ത്തിടുമേ മീതെ കല്ല് വെച്ചിടുമേ. മൂവരും താഴ്ത്തിടുമേ മീതെ കല്ല് വെച്ചിടുമേ. ഇരുളെ മുറ്റും കബർ കരള് പൊട്ടും സുവർ കണ്ടാൽ ഞെട്ടും ശരി അവിടെ നിൽക്കാൻ മുറി. ആരുമില്ല മണ്ണിൻ കൂട്ട് ഇരുളിന് സ്വന്തം വീട്. ആശ്രയം അല്ലാഹ് മാത്രം ആശ്വാസം തരില്ല മിത്രം. എല്ലാരും പോകും. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ നമ്മൾ രണ്ടും ഒന്നല്ലടി എന്ന് പറഞ്ഞ ചങ്ങായില്ല. ഓനെ കാണാണ്ടാവല്ലോ അവിടെ ഉണ്ടാവോ? ഇല്ല. നരപ്പോൾ പടർന്നും പുളകം ചൊരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൻ നദിയായി ഒഴുകിയ പ്രിയ സഖിയെവിടെ കാണാണ്ടാവോ? മുത്തം കൊടുത്ത് മുത്തം വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനവിടെ ആശിച്ചോനെവിടെ? താനും താൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും മഹ്ശറ സഭയിൽ. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒന്ന് നന്നാവാൻ സമയമായിട്ടില്ലയോ? ഖുർആൻ ചോദിക്കുക. നമുക്ക് സമയമായിട്ടില്ല. കൊറോണ ഉണ്ടായിട്ട് അല്ല, ഇനി കുഷ്ഠരോഗം ഉണ്ടായിട്ടല്ല, ക്യാൻസർ അല്ല, എയ്ഡ്സ് അല്ല, നമ്മൾ ഒന്നായിട്ട് വീണിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ മരിച്ചാലും ആ മരിക്കുന്ന നേരം മരിച്ച് ഖലാസ്. മനസ്സിലാകൂല എന്ന് വെറുതെ പറയാം. പിന്നെ അർത്ഥം അറിയാത്തത് കൊണ്ട് ചൊല്ലുമല്ലോ. നമുക്ക് അർത്ഥമൊന്നും മനസ്സിലാണില്ല മൗലൂദിന്റെ, അതുകൊണ്ട് കേൾക്കണം എന്നില്ല. അങ്ങനെ പിന്നെ കുറ്റന്മാർ ഉസ്താദ് പറഞ്ഞ മാതിരിയാവും. അറബി അറിയാത്തതുകൊണ്ടേ വണ്ടി ഇടിച്ചപ്പം പോലീസ് വന്നില്ലേ. അറബി അറിയാത്ത രണ്ടാൾക്കാരാണ്, പക്ഷെ ഒരാള് കുറച്ച് വില്ലനാണ്. വണ്ടി ഇടിച്ചിട്ട് പോലീസുകാർ ഇങ്ങോട്ട് വന്നപ്പോഴേ يا حبيبي يا حبيبي أنا سرعة هو سرعة بعدين أنا بي 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 هو ما في بي بي بي. ഞാൻ ഓണടിച്ചിട്ട് ഓണടിച്ചില്ല. അയാൾക്ക് മനസ്സിലായില്ലേ? വേറൊരുത്തനോട് ഞാൻ ചോദിച്ചു അറബി പറയില്ലേ? ഓ ഞാൻ അറബി പറയും, പക്ഷെ എനിക്ക് കാണണം എന്നാലേ പറയാൻ കിട്ടുള്ളൂ. അതെന്താ? ഖലാസ്. അപ്പൊ മനസ്സിലായില്ലേ ഭക്ഷണം കഴിച്ചോന്ന്? അപ്പൊ ആക്ഷൻ വേണോ എനിക്ക്? അത് അറബി അറിയാഞ്ഞാൽ അങ്ങനെ നമ്മൾ ഈ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് വ്യക്തമായി അതിന്റെ അർത്ഥം കിട്ടാഞ്ഞാൽ ഒരാൾ ഇംഗ്ലീഷോ അറബിയോ ഒരു മീനിങ് ഒരു അർത്ഥം ചോദിച്ചാൽ നമ്മൾ ശരിക്കും അതിന്റെ ഉത്തരം കിട്ടൂലെങ്കിൽ എന്താ പറയാ? അതായത് പറഞ്ഞാൽ മനസ്സിലാക്കുക അയാൾക്ക് അത് അറിയില്ല. ശരിക്കും അങ്ങനെയാണ്. ഈ ചിലവര് അതിന് വിശദീകരിച്ച് പറയേണ്ടതുണ്ടാകും, അങ്ങനെ പറയും. അപ്പൊ എല്ലാരും അങ്ങനെ മനസ്സിലാക്കും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് അർത്ഥം അറിയാത്തതുകൊണ്ടൊന്നുമല്ല, നമുക്ക് അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ ചിലവര് ഇടുന്ന എന്തിനാ അറിയോ ഉസ്താദേ? പരസ്യം കാണാൻ. അത് സാലിയാമലൊന്നുമല്ല, പരസ്യം കാണലിട്ടാ. അത് കൂടി നിങ്ങളോട് പ്രത്യേകം പറയാം. അല്ലാഹു തആല നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. നിങ്ങൾ ഈ പരിപാടി കേട്ടിട്ട് എങ്ങനെങ്കിലുമൊക്കെ ആഖിറത്ക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും നോക്കി. എന്ന് പറയുമ്പോ നാളെ എവിടെ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ നോക്കിയോളി. എന്റെ നാവ് എനിക്കറിയാം എവിടെ പോകണം, നിങ്ങളാളും എവിടെ പോകണമെന്ന് എനിക്കറിയില്ലല്ലോ. ഓരോരുത്തർ പോരോന്ന് ഇങ്ങനെ കണ്ണാടി നോക്കുക, എന്നിട്ട് ലാ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ പോകണം നോക്കി അവിടേക്ക് എന്നെ കൊണ്ടുപോയാൽ മതി. ഒരു അലിഫ് ഇടുക, ഒരു ലാം ഇടുക, പിന്നെ ഒരു ലാം ഇടുക, പിന്നെ ഒരു ഹാഡ. അല്ലാഹ്
അങ്ങനല്ലേ ഇതില് അല്ല ഒന്ന് പറഞ്ഞു നോക്കി. ചില ആളുകളൊക്കെ ഉസ്താദേ നല്ല റാഹത്താണ്, ഒക്കെ അതാണ് എന്ത് ആരോടാ പറയാ? ഒരു ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എഴുതി വെച്ചിരുന്നു, ആരോടാ പറയാ എന്താ ചെയ്യാൻ? അതങ്ങനെ വായിച്ച് തീർക്കരുത്. ആരോടാ പറയാ എന്താ ചെയ്യാ? അങ്ങനെ ആയാൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ട് ചിലത്. മുമ്പ് നമ്മളെ കൗസർ ഉസ്താദ് ഇപ്പം പാട്ട് പാടിയപ്പം പറഞ്ഞു, അറിയണ പാട്ട് ഏതും പാടും. ഇപ്പൊ ഭാഷനെ പറ്റി പറഞ്ഞ മാതിരി ചില പാട്ടിൽ ഒരു അർത്ഥം മനസ്സിലാകൂല. ഇവന് പാടിന പാട്ട് ഒന്നറിയോ? ആ വരി രണ്ട് പാട്ടി പാടിയ അറബ് പാടിക്കൊടു വേണ്ട, 2 വരി പാടാൻ പറ്റുള്ളൂ. ആരിരാജ തുജിനംഗം ചിത്രിപ്പൊർപ്പച്ചും അകത്തൊത്തിട്ടാനെ മഹകലക അനുദിനം കതിർപതി ബദർപട സഹബുകൾ അനുദിനം കതിർപതി ബദർപട സഹബുകൾ ചെങ്കകൾ വർക്കപ്പത്ത് അറിവേ തിപ്പെട്ടാനെ കുറേശികൾ ഹലറിലെ നമറിടെ ഇരഹര ഹരിഹരിനന്ദം. മനസ്സിലായോ അർത്ഥം വെച്ചാൽ നിങ്ങൾ? അതൊക്കെ നമ്മൾ കേൾക്കും. ഹിന്ദി പാട്ടാണ് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചില ആൾക്കാർ കേൾക്കുക. ഇങ്ങനെ കേട്ടാ മതി, ഇങ്ങനെ കേട്ടാ മതി, അർത്ഥമൊന്നും അറിയണ്ട, എന്തോ ഒരു സൗണ്ട് കേട്ടാ മതി. ചിലർക്ക് അതൊന്നും വേണ്ട, അറബി പാട്ടാണ് അതിങ്ങനെ ഇഷ്ടം. ചില അറബിയൊന്നും അറബി അല്ലാത്ത പാരിസ്യം മറ്റതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ഭാഷ വരും. ഒന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് എന്ത് വേണം? ഇങ്ങനെ വന്നാ നല്ല റാഹത്താ. ഇവിടുന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുമ്പോ ഫുള്ള് പറയണ്ട ഉസ്താദ്. ഇതൊന്ന് നിർത്തി പോടാന്ന് പറയോ? ഇല്ല. അല്ലാഹു തആല നമ്മക്കൊക്കെ സന്തോഷം തരട്ടെ. ഞാൻ പറയുമ്പോ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, പക്ഷെ ഞാൻ കാര്യാ പറയുന്നത് അല്ലേ. നമുക്ക് ഈ സൗണ്ട് ഇങ്ങനെ മ്യൂസിക് ഉണ്ടായാലല്ലേ നമുക്ക് സുഖം കിട്ടുള്ളൂ. ആ സുഖം കുറച്ചു കാലം ഉണ്ടാവും, പിന്നെ സുഖം പോകും. അസ്റായിൽ വന്നൊരു നാൾ നമ്മുടെ റൂഹെടുക്കും, നമ്മുടെ പേരെന്ന് മയ്യത്ത് എന്നായിടും. ആ സമയത്ത് ആയിട്ടില്ല അസ്രായേലേ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഏത് സ്ഥലത്ത് കൊണ്ടുപോയാലും എത്ര ആളുകൾ ഒരുമിച്ച് കൂടിയാലും രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടാകൂല. ആര് തന്നെ ആർത്തട്ടഹസിച്ചാലും, ആര് തന്നെ വേദനിച്ച് കരഞ്ഞാലും, ഏത് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും, ആര് തന്നെ എത്ര ഗാംഭീര്യമുള്ളവർ സംസാരിച്ചാലും, എത്ര സ്വാധീനമുള്ള ആളാണെങ്കിലും അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വന്ന പിന്നെ സമയമായിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. ആ നേരത്ത് അസ്രായീൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും. ഒരു കനിവും തോന്നുകയില്ല. അത് 100% ഉറപ്പാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഒന്ന് നന്നാവാൻ സമയമായിട്ടില്ലയോ? ഖുർആൻ ചോദിക്കുക. നമുക്ക് സമയമായിട്ടില്ല. കൊറോണ ഉണ്ടായിട്ട് അല്ല, ഇനി കുഷ്ഠരോഗം ഉണ്ടായിട്ടല്ല, ക്യാൻസർ അല്ല, എയ്ഡ്സ് അല്ല, നമ്മൾ ഒന്നായിട്ട് വീണിട്ട് നമ്മളെ മുന്നിൽ ഇങ്ങനെ മരിച്ചാലും ആ മരിക്കുന്ന നേരം മരിച്ച് ഖലാസ്, പിന്നൊന്നുമില്ല. പിന്നെന്ത്? ഒരു കാര്യം പറഞ്ഞുതരാ, നമ്മള് മരിച്ചാലും കുറെ ആൾക്കാർ ചോദിക്കുമോ മരിച്ചില്ലേ, വല്ലാത്ത മരണമായി പോയി. അതന്നെ കഴിഞ്ഞ് ഖബറിലെ നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ടി വരും. നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു സഹോദരി വഫാത്തായ വീട്ടിൽ മുത്തന്നൂർ തങ്ങൾ വന്നപ്പോ ഓരന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖബറിൽ ഒറ്റക്കാക്കി പോരുമ്പോ നമുക്കൊരു പാവം തോന്നിയില്ല. നമ്മളമ്മനെ, നമ്മളെ ഭാര്യനെ, നമ്മളെ പെങ്ങളെ നമ്മളൊരു വീട്ടിൽ ഒറ്റക്ക് നിർത്തൂല. നമുക്ക് സമാധാനം ഉണ്ടാവോ? നമ്മൾ പോയിട്ട് എവിടെ പരിപാടിയാണെങ്കിലും എനിക്ക് 8 മണിക്ക് എത്തണം, അമ്മ ഒറ്റക്കാണ്, പെണ്ണുങ്ങൾ ഒറ്റക്കാണ്, പെങ്ങൾ ഒറ്റക്കാണ് നമ്മൾ പറയും. എന്നാല് അങ്ങനത്തെ അമ്മ, അങ്ങനത്തെ പെങ്ങള്, അങ്ങനത്തെ ഭാര്യയൊക്കെ മരിച്ചു പോയാല് നമ്മളവിടെ മറവ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ നമ്മൾ ചിന്തിക്കെന്താ, എനിക്ക് ഞാനാണ്.
ആ മയ്യത്തായി കിടക്കുന്ന ആ സഹോദരിക്ക് ആരാണെന്ന് ആരും ചോദിക്കൂല. എന്നാ നമ്മൾ കിടന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ മക്കള് ചെറിയ മക്കളാണ്. അല്ലാഹു തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ചെറിയ മക്കളുള്ള ഒരാൾ മരിച്ചാൽ എല്ലാവരും പറയും ആ മക്കൾക്ക് ഇനി ആരാണ്, ആ പെണ്ണ് വിധവയായി ഓക്ക് ഇനി ആരാണ്. എന്നാൽ ഈ മയ്യത്തായി കിടക്കുന്ന ഈ മനുഷ്യനക്ക് ആരാണെന്ന് ആരും ചോദിക്കൂല. ഉറപ്പാ. എന്നാലോ ഞമ്മക്ക് മരണം ഉണ്ട് എന്ന് ഉറപ്പ്. വരുമേ മരണം തീർച്ച, പരനെ ഓർത്താൽ രക്ഷ, അല്ലെങ്കിലോ ശിക്ഷ, അറിയൂ ഈ അപേക്ഷ. മെല്ലക്കാല് കൂട്ടിക്കെട്ടി വായി തമ്മിൽ പൂട്ടിക്കെട്ടി മൂവരും താഴ്ത്തിടുമേ മീതെ കല്ല് വെച്ചിടുമേ. മൂവരും താഴ്ത്തിടുമേ മീതെ കല്ല് വെച്ചിടുമേ. ഇരുളെ മുറ്റും കബർ, കരള് പൊട്ടും സുബർ, കണ്ടാൽ ഞെട്ടും ശരി അവിടെ നിൽക്കാൻ മുറി. ആരുമില്ല മണ്ണിൻ കൂട്ട്, ഇരുളിന് സ്വന്തം വീട്, ആശ്രയം അല്ലാഹ് മാത്രം, ആശ്വാസം തരില്ല മിത്രം. എല്ലാരും പോകും. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, നമ്മൾ രണ്ടും ഒന്നല്ലടി എന്ന് പറഞ്ഞ ചങ്ങായില്ല. ഓനെ കാണാണ്ടാവില്ല അവിടെ ഉണ്ടാവോ? ഇല്ല. നരപ്പോൾ പടർന്നും പുളകം ചൊരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൻ നദിയായി ഒഴുകിയ പ്രിയ സഖിയവിടെ കാണാണ്ടാവോ? മുത്തം കൊടുത്ത് മുത്തം വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനവിടെ ആശിച്ചോനെവിടെ. താനും താൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും മഹ്ശറ സഭയിൽ. നിങ്ങളുണ്ടോ ഒരു ദിവസം 1000 സലാത്തല്ലാന്ന്? അല്ലാതെ നിങ്ങൾ വാത് കുറേ ദിവസമായി കേട്ടിട്ട് എന്തെങ്കിലും ഒരു അമല് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കും പലരും. ചില ആൾക്കാര് അതിങ്ങനെ ഒരു രസമായിട്ട് ഇങ്ങനെ കേൾക്കൂല്ലേ. ചില വീട്ടിലൊക്കെ നല്ല സ്ക്രീനൊക്കെ വെച്ച് കേൾക്കണവരുണ്ട്. പക്ഷെ അതൊരു എന്താ പറയാ, ഒരു സിനിമ എണ്ണമാതിരി ഒരു ഹരായിട്ട് കാണുമല്ലോ. ആ പരിപാടി മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് പെറുക്കിയെടുക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് ചെല്ലാൻ നോക്കുക.